പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിന്നഭിഷേകം പകരണമേ. തിരുഹിതമെന്നിൽ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നിൽ ചൊരിയണമേ. ഞാൻ എൻ്റെ വികാരങ്ങൾ എൻ്റെ പിതാവിനോട് പങ്കുവയ്ക്കുന്നു. അപ്പോൾ ആളുകൾ ചോദിക്കും, നിന്റെ വികാരങ്ങൾ നിന്റെ ഭാഷയിലും പറഞ്ഞാൽ പോരായോ? എൻ്റെ വികാരങ്ങൾ എൻ്റെ ഭാഷ പറഞ്ഞാൽ പോരായോ? മതിയായിരുന്നു. പക്ഷേ എൻ്റെ എല്ലാ വികാരങ്ങളും പ്രദർശിപ്പിക്കാൻ എനിക്ക് വാക്കുകൾ ഇല്ല. അതിപ്പോൾ ലോകത്തിലെ ഒരു സാധാരണ കാര്യമാണ്. അപ്പൻ മരിച്ചു കിടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ചെറുക്കൻ ഭയങ്കര വലിയ വായിൽ കരയുന്ന സമയത്ത് നമ്മൾ ചെന്നിട്ട് ചോദിക്കും, ഇവൻ എന്തിനായി കരയുന്നത്? എന്നാ പറഞ്ഞാൽ അത് അവൻ്റെ അപ്പൻ മരിച്ചുപോയി. അവൻ്റെ അപ്പൻ മരിച്ചുപോയി, എന്തിനാ കിടന്ന് കരയുന്നത്? എൻ്റെ അപ്പൻ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ പോരായോ എന്ന് ചോദിച്ചാൽ വല്ല അർത്ഥമുണ്ടോ? അല്ല, അവന് ഭയങ്കര ദുഃഖമായതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അപ്പൻ മരിച്ചുപോയി, എനിക്ക് വലിയ ദുഃഖമാണ് എന്നങ്ങ് പറഞ്ഞാൽ പോരായോ? എൻ്റെ പൊന്നു സഹോദരൻ, അങ്ങനൊന്നും പറഞ്ഞാൽ തീരുന്നതല്ല ഈ ഹൃദയത്തിലെ വികാരം എന്ന് പറയുന്നത്. നിങ്ങൾക്കതൊക്കെ പറയാം, എൻ്റെ അപ്പൻ മരിച്ചു പോയെന്നൊക്കെ പറഞ്ഞാൽ പോരായോ? കാര്യം വാക്കുകൾക്കപ്പുറത്താണ് അവൻ്റെ ദുഃഖം. ഇവൻ്റെ ഭാഷ എന്ന് പറയുന്നത് ഒരു ഔട്ട് ബേസ്റ്റാണ്. ശരിക്കും അന്യഭാഷ എന്ന് പറയുന്നത് ഒരു ഔട്ട് ബേസ്റ്റാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ, അത് ദുഃഖം മാത്രമൊന്നുമല്ല, ഏത് വികാരങ്ങൾ. നമ്മളെ സച്ചിൻ തെണ്ടുൽക്കർ 100th സെഞ്ചുറി അടിച്ച സമയത്ത് അത് കണ്ടു നിന്നവരെല്ലാം ഇപ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ 100ാമത്തെ സെഞ്ചുറി അടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണോ അത് കണ്ടത്? വല്ലതും എന്തോ അലച്ചു കൂവിയൊക്കെ ഞാൻ കണ്ടൊന്നുമില്ല, എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കറിയാം എന്താ സംഭവിച്ചെന്നുള്ളത്. നമ്മുടെ പിള്ളേരെ ഇതാ സച്ചിൻ തെണ്ടുൽക്കർ 100ാമത്തെ സെഞ്ചുറി അടിച്ചിരിക്കുകയാണ് എന്ന് വല്ലതും പറയുമല്ലോ? അല്ല, അലച്ചു കൂവി. എന്താണ്? ആ സന്തോഷം പങ്കുവയ്ക്കാൻ അവൻ്റെ വൊക്കാബുലറിയിലൊന്നും വാക്കുകളൊന്നുമില്ല. 1-2 വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അന്യഭാഷ എന്ന് പറയുന്നത് നമ്മുടെ വികാരങ്ങളുടെ പ്രകടനമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള എന്ന് പറയുന്നതിനകത്ത് കുറച്ചുകൂടെ കടത്തി പറഞ്ഞാലേ പറ്റുള്ളൂ. കാര്യം ഹൃദയത്തിനും അപ്പുറത്ത് നമ്മുടെ ആത്മാവിലുള്ള എന്ന് വേണമെങ്കിൽ പറയണം. അതുകൊണ്ടാണ് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, ഈ അന്യഭാഷ പറയുന്നവനെങ്കിലും മനസ്സിലാക്കണ്ടേ? കേൾക്കുന്നവന് മനസ്സിലാക്കണ്ട, പക്ഷേ പറയുന്നവനെങ്കിലും മനസ്സിലാക്കണ്ടേ? ഇവിടെ വീണ്ടും ഒരു പ്രശ്നം ഭാഷയുടെ പ്രശ്നമാണ്. എന്താണ് പ്രശ്നം? നമുക്ക് ഭാഷ എന്തിനൊക്കെ കാര്യത്തിനാണ് ആവശ്യമാണ്. നമ്മൾ പറയുന്നത് നമുക്ക് സംസാരിക്കാൻ ഭാഷ ആവശ്യമാണെന്ന് നമുക്കറിയാം. പക്ഷെ സംസാരിക്കാൻ മാത്രമല്ല നമുക്ക് ഭാഷ ആവശ്യമായിരിക്കുന്നത്, എനിക്ക് ചിന്തിക്കാനും ഭാഷ ആവശ്യമാണ്. ആം ഐ റൈറ്റ്? ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ ഭാഷയിലാണ്, ഇല്ലേ? ഞാൻ ചിന്തിക്കുമ്പോൾ അതിന് ലാംഗ്വേജ് ആവശ്യമാണ്. എൻ്റെ വാക്കുകൾ എന്ന് പറയുന്നത് എൻ്റെ മൈൻഡിൻ്റെ എക്സ്പ്രഷനാണ്, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൻ്റെ എക്സ്പ്രഷനാണ്. എൻ്റെ ചിന്തയുടെ, ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ. ഇതിന് രണ്ടിനും ഒരു ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് വേർഡ്സാണ്. വേർഡ്സേ ഉള്ളൂ, വേറെ ഔട്ട്ലെറ്റ് ഒന്നുമില്ല. എനിക്ക് ചിന്തിക്കുന്ന കാര്യങ്ങൾ എനിക്ക് പുറത്ത് പറയണമെങ്കിൽ നോർമൽ കേസിൽ എനിക്ക് എന്തേ ഉള്ളൂ? എൻ്റെ ഔട്ട്ലെറ്റ് എന്താണ്? വേർഡ്സാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ അതും പുറത്തു വിടാനുള്ള ഒരു ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് വേർഡ്സ്. എന്നാൽ ഇവിടെ ഞാൻ പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യപ്പെടുത്തുന്നതായ കാര്യങ്ങൾ എൻ്റെ മൈൻഡിലല്ല. മൈൻഡിലായിരുന്നെങ്കിൽ ഭാഷയിൽ കടത്തിവിടായിരുന്നു. God speaks to your spirit. അതുകൊണ്ട് മൈൻഡിനെ ട്രാൻസെൻഡ് ചെയ്ത് എൻ്റെ ആത്മാവിലാണ് ദൈവം ഇപ്പോൾ ഇടപെടുന്നത്. എൻ്റെ ആത്മാവിൻ്റെ എക്സ്പ്രഷനും എനിക്ക് പറ്റുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്ലെറ്റ് വേർഡ്സേ ഉള്ളൂ. പക്ഷെ ആ വേർഡ്സ് മൈൻഡിലൂടെ കടന്നു പോകുന്നില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്ന വാക്കുകൾ തന്നെ എനിക്ക് എന്ത് ചെയ്യുന്നില്ല? മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് എൻ്റെ ലാംഗ്വേജ് ഉപയോഗിച്ചാൽ മതിയായിരുന്നു. ഇഫ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സ്പീക്ക്, പിന്നെ എനിക്ക് അന്യഭാഷ സംസാരിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. എൻ്റെ ലാംഗ്വേജ് ഉപയോഗിച്ചാൽ മതിയില്ല. കാര്യം അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് വേർഡ്സിൻ്റെ, അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിയിൽ എന്തുണ്ടാകണം? എന്തുണ്ട്? വേർഡ്സ് ഉണ്ട്. എൻ്റെ വാക്കിൽ മാത്രമല്ല വേർഡ്സ് ഉള്ളത്. എവിടെയും എനിക്ക് പറയാൻ മാത്രമല്ല വാക്കുകൾ ആവശ്യം, ചിന്തിക്കാനും എനിക്ക് വാക്കുകൾ ആവശ്യമാണ്. എൻ്റെ ചിന്തയുടെ ലോകത്തും വേർഡ്സ് ഉണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ശരിയല്ലേ? നിങ്ങൾ ചിന്തിക്കുന്നത് വേർഡ്സ് വെച്ചല്ലേ ചിന്തിക്കുന്നത്, അല്ലാതെ എന്താണ്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്? അപ്പോൾ അതുകൊണ്ട് ദൈവം എന്നോട് എൻ്റെ ആത്മാവിൽ ഇടപെടുമ്പോൾ ആത്മാവിൻ്റെ പ്രകാശനം മൈൻഡിലൂടെ കടത്തിവിടാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? മൈൻഡിലൂടെ കടത്തിവിടുകയാണെങ്കിൽ എൻ്റെ ആത്മാവിൻ്റെ എക്സ്പ്രഷൻ അല്ലാതെ എൻ്റെ ഹൃദയത്തിൻ്റെ എക്സ്പ്രഷൻ പോലും എനിക്ക് മനസ്സിൽ കൂടെ കടത്തിവിടാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണല്ലോ എനിക്ക്
വേദന വരുമ്പോൾ ഞാൻ ഒച്ചത്തിൽ കരയുന്നതും സന്തോഷം വരുമ്പോൾ അലറിക്കൂവുന്നതും ഒക്കെ എന്തുകൊണ്ടാണ്? ബിക്കോസ് എൻ്റെ ഹൃദയത്തിൻ്റെ വികാരം പോലും എനിക്ക് മൈൻഡിൽ കൂടെ കടത്തിവിടാൻ പറ്റുന്നില്ല. എൻ്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ പോലും മൈൻഡിലൂടെ കടത്തിവിടാൻ പറ്റത്തില്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആത്മാവിനോട് ഇടപെടുന്ന കാര്യങ്ങൾ എനിക്ക് എങ്ങനെ മൈൻഡിലൂടെ കടത്തിവിടാൻ പറ്റും? അതുകൊണ്ട് when the spirit speaks out, the words that you speak, it transcends your mind, your intelligence. അതുകൊണ്ടാണ് നിങ്ങളുടെ ബുദ്ധി അഫലമായിരിക്കുന്നു എന്ന് പറയാൻ കാര്യം. അന്യഭാഷയെ സംസാരിക്കുമ്പോൾ അവൻ ദൈവത്തോട് സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ. ആരും. ദൈവം തിരിച്ചറിയുന്നുണ്ട്, ഈ സംസാരിക്കുന്നവൻ പോലും തിരിച്ചറിയുന്നില്ല. എന്തുകൊണ്ട്? നമ്മുടെ ബുദ്ധി എന്തായിരിക്കുന്നു? അഫലമായിരിക്കുന്നു. അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നത് യുക്തിഹീനമൊന്നുമല്ല, വെറും വട്ടൊന്നുമല്ല. ചില ആളുകൾ പറയും, ഇതൊരു ഭാഷയാണോ? കേട്ടാൽ തന്നെ അറിയാമല്ലോ, ലോകത്തിൽ എത്രയോ ഭാഷയുണ്ട്, കേട്ടാൽ തന്നെ നമുക്കൊരു ഭാഷയാണെന്ന് തോന്നുമല്ലോ. അതൊരു തെറ്റിദ്ധാരണയാണ്. ലോകത്തിലെ എല്ലാ ഭാഷയും കേട്ടാലൊന്നും ഭാഷയാണെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ഞാൻ എത്രയോ ലാംഗ്വേജ് കേൾപ്പിച്ചു തരാം. ഇതൊന്നും വേണ്ട, നമ്മുടെ ഭാഷ. ആഫ്രിക്കയിലുള്ളവരൊക്കെ എന്നെ കൊണ്ട് നമ്മുടെ ഭാഷ സംസാരിപ്പിക്കും. എന്നിട്ടുള്ള എന്തോ ഈ പറയുന്നത്? നമ്മുടെ ഭാഷ. ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്ന ഇവരെല്ലാം എന്നോട് പറയും, നീ പറഞ്ഞ കാര്യം നിന്റെ ഭാഷയിലെന്ന് പറഞ്ഞ് ഞാൻ നല്ല കൂളായിട്ട് പെട്ടെന്ന് പറയുമ്പോൾ എന്തോ ഈ പറയുന്നത്? ഇതിനകത്ത് വല്ല അർത്ഥമുണ്ടോ? ഈ പറയുന്നതിനകത്ത് വല്ലതും വേർഡ്സ് വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇതിനകത്ത് വാക്കുകൾ വല്ലതും ഉണ്ടോ? അതോ നീ ഇങ്ങനെ എന്ന് പറയുന്നതേ ഉള്ളൂ? ഇത് പാട്ടയ്ക്കകത്ത് കല്ലെടുത്തിട്ട് കുലുക്കുന്ന പോലെ ഉണ്ടല്ലോ, ഇല്ലേ? കാര്യം എന്താണ്? ലോകത്തിൽ എത്രയോ ഭാഷയുണ്ട്. ഈ അന്യഭാഷ സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്കതൊരു ഭാഷയാണോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ലെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ലോകത്തിലെ ഭാഷയായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു ഭാഷയായിരിക്കാം. ഐ ഹാവ് ഹേർഡ് എ സ്റ്റോറി. ഒരു വ്യക്തി ഒരു ചെറിയ ബുക്ക്ലെറ്റ് എഴുതി അന്യഭാഷയെ എതിർത്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഭാഷയൊന്നുമല്ല. ഒരു വലിയ അന്യഭാഷ പറഞ്ഞ് ഞാൻ കേട്ടു, ക്രീ. ഇത് ഭാഷയാണോ? അദ്ദേഹം ചോദിച്ച ചോദ്യമാണ്. ഇത് വായിച്ച ഒരു വ്യക്തി അന്യഭാഷ വെറും പൊള്ളത്തരമാണെന്നും ഇതിനകത്തൊരു കാര്യവുമില്ലെന്നും വിശ്വസിച്ച് പട്ടാളത്തിൽ പോയി. വിശ്വസിച്ചല്ല, അങ്ങനെ വിശ്വാസത്തിലിരിക്കുക ഇദ്ദേഹം പട്ടാളത്തിൽ ജോയിൻ ചെയ്ത് ഒരു ട്രൈബൽ ബെൽറ്റ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം അവിടുത്തെ ഭാഷയിൽ നോക്കിയപ്പോഴത്തേക്ക് ക്രീ എന്ന് പറയുന്നത് പ്രൈസസ് ടു മൈ ലോർഡ് എന്ന് പറയുന്ന അർത്ഥമാണ്. ഇയാൾ വിരുണ്ടുപോയി. കാരണം അന്യഭാഷ ഒരു ഭാഷയേ അല്ല എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ച വാക്ക് ലോകത്തിലെ എവിടെയോ ഒരു സ്ഥലത്ത്, ആഫ്രിക്കയിലെ ട്രൈബൽ ലാംഗ്വേജ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് പ്രശ്നം. ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, ഇതൊക്കെയാണോ നമ്മുടെ അടുത്തുള്ള ആളുകളൊക്കെ അന്യഭാഷ പറയുന്നതെന്ന്. ഈ ആഫ്രിക്കയിലെ പല ലാംഗ്വേജ് കേട്ട് കഴിഞ്ഞാലും നമ്മുടെ ആളുകളൊക്കെ പറയുന്ന പല അന്യഭാഷയോട് സാമ്യമുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് when somebody speaks in tongues, അത് അത്ര യുക്തിഹീനമായ കാര്യമല്ല. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഭാഷ രണ്ട് തരത്തിലുണ്ട്. നമ്മൾ സംസാരിക്കുന്ന ഭാഷ തന്നെ രണ്ട് തരത്തിലുണ്ട്. 1 കൊരിന്ത്യർ 13-1 ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും. അപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഭാഷ ലോകത്തിലെ ഏതെങ്കിലും ഒരു ഭാഷയായിരിക്കാം. ലോകത്തിലെ ഏതെങ്കിലും ഒരു ഭാഷയായിരിക്കണം നിർബന്ധമില്ല. ചിലപ്പോൾ ദൂതന്മാരുടെ ഭാഷയായിരിക്കാം, ഹൂ നോസ്. മനുഷ്യരുടെ ഭാഷയാണെങ്കിൽ അത് അറിയാവുന്ന ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും. 1936 പാസ്റ്റർ പി ടി ചാക്കോ, അദ്ദേഹം പിന്നീടാണ് പാസ്റ്ററൊക്കെ ആകുന്നത്. അദ്ദേഹം സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി ഡി കഴിഞ്ഞ ഒരാളാണ്. കുമ്മനാട് പൂഴിക്കാലായിൽ അദ്ദേഹം കുമ്മനാട്ട് ഒരു പെന്തക്കോസ്തുകാരുടെ യോഗത്തിന് പോയിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾ ഹീബ്രു ലാംഗ്വേജിൽ സംസാരിക്കുന്നത് കേട്ടു, അന്യഭാഷയിൽ. ഇത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഹീബ്രു എവിടെ നിന്നാണ് പഠിച്ചത്? ഹീബ്രു എന്ന് വെച്ചാൽ എന്നാ? അതുപോലും അങ്ങനെ അറിയത്തില്ല. കാര്യം പാടത്ത് പണിയെടുക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, അയാൾക്ക് മലയാളം തന്നെ ശരിക്കും പറയാൻ അറിയത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം സംസാരിച്ചത് പ്യുവർ ഹീബ്രു. കാര്യം ഇദ്ദേഹം സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ അന്ന് ബി ഡി കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഇതാണ് അദ്ദേഹത്തിന് വാസ്തവത്തിൽ പെന്തിക്കോസ്ത് അനുഭവത്തോട് ആഭിമുഖ്യം ഉണ്ടാകുവാനും ഒടുവിൽ അദ്ദേഹം പെന്തിക്കോസ്ത് വിശ്വാസിയായി തീരുകയും പലർക്കും അറിയാമല്ലോ പാസ്റ്റർ പി ടി ചാക്കോ. അതിനുശേഷം അദ്ദേഹം ആന്ധ്രാപ്രദേശിൽ പോയി കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച് അനേക സഭകൾ നേടിയ ഒരു ദൈവത്തിൻ്റെ ദാസനാണ്. അപ്പോൾ അന്യഭാഷ അവിശ്വാസികൾക്ക് അടയാളമാവുന്നു. 1 കൊരിന്ത്യർ 14-22 വാക്യത്തിൽ പറയുന്നത് പല സമയത്തും അന്യഭാഷ അവിശ്വാസികൾക്ക് അടയാളമാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ വയ്യാത്ത, അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിശ്വാസികളായ ആളുകൾക്ക് പെന്തക്കോസ്ത് നാളിലെ അന്യഭാഷ ഒരു അടയാളമായിരുന്നു. ബിക്കോസ് ആ ഭാഷ അവിടെ ലോകത്തിൻ്റെ 17 ഭാഷകളിൽ നിന്നുള്ള ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. അവർ ഓരോരുത്തരും അവരുടെ ഭാഷയിൽ ഈ ഗലീലക്കാർ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ദാറ്റ് വാസ് എ സൈൻ. എന്നാൽ അതേസമയം അത് ദൂതന്മാരുടെ ഭാഷയാണെങ്കിൽ ഒരു പക്ഷേ ആർക്കും ലോകത്തിലെ എല്ലാവരും കൂടെ കൂടിയിരുന്നാലും അത് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ലെന്നാനും. പിന്നെ ചിലപ്പോൾ ആളുകൾ പറയാനുണ്ട്, ചിലർ അന്യഭാഷ പറയുമ്പോഴത്തേക്ക് ഒറ്റ വാക്കേ പറയുന്നുള്ളല്ലോ. ഭാഷയാണെങ്കിൽ കുറേ വാക്കുകൾ വേണ്ടേ, കുറച്ച് വ്യാകരണമൊക്കെ വേണ്ടേ? അങ്ങനെ വ്യാകരണമൊന്നും വേണമെന്നൊന്നുമില്ല. എനിക്ക് ദാഹിച്ചാൽ ഭാര്യയെ വിളിച്ച് ഗ്രാമർ ഒപ്പിച്ചെന്നല്ല ഞാൻ വെള്ളം ചോദിക്കുന്നത്. വെള്ളം എന്നായിരിക്കും പറയുന്നത്, അത്രയും മതി.
ഒറ്റ വാക്കേ ഉള്ളെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം അന്വേഷിച്ചാൽ മതി. അല്ലാതെ വലിയ വ്യാകരണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. എന്നാൽ നമ്മൾ 1 കൊരിന്ത്യർ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന 14-ാം അധ്യായത്തിൻ്റെ 14-ാം അധ്യായത്തിലേക്ക് വരിക. കമോൺ, 14-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടൊപ്പം സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടൊപ്പം സംസാരിക്കുന്നത്, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. മിസ്റ്ററീസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ മർമ്മങ്ങളെ അവൻ സംസാരിക്കുന്നു. നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകുമ്പോൾ, അതായത് ഞാൻ രാവിലെ പറഞ്ഞൊരു കാര്യമുണ്ട്, ദ പേഴ്സൺ ഇൻ ട്രിനിറ്റി, ഹോളി സ്പിരിറ്റ്, ഹി ഈസ് ദ ഗിവർ, ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ദാറ്റ് വി റിസീവ്, ദാറ്റ് ഈസ് എ ഗിഫ്റ്റ്. ഗിഫ്റ്റിൻ്റെയും ഗിവറിൻ്റെയും പേരെന്ത് തന്നെയാണ്? ഹോളി സ്പിരിറ്റ് എന്നാണ്. അതാണ് വേദപുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഒരു പക്ഷേ നമുക്ക് ഗ്രാമറിനകത്ത് ഇത് ശരിയാകത്തില്ലായിരിക്കാം, ബട്ട് ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. വി ആർ ഗിവൺ ദ ഹോളി സ്പിരിറ്റ്. നമുക്ക് ലഭിച്ചിരിക്കുന്നതായ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനെ ദൈവോന്മുഖമാക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്ന ആദ്യത്തെ പ്രവൃത്തി. വെൻ വി റിസീവ് ദ ഹോളി സ്പിരിറ്റ്, യു നോ വാട്ട് ഹാപ്പൻസ്? മനുഷ്യനിലൊരു ആത്മാവുണ്ട്, പക്ഷേ ആ ആത്മാവ് നിർജീവമാണ്. അങ്ങനെയാണ് വാസ്തവത്തിൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അങ്ങനെ മരിച്ചിരുന്ന എൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജീവിപ്പിച്ച് എന്ത് സംഭവിക്കുന്നു? അതിനെ ദൈവോന്മുഖമാക്കുന്നു. ഇനി ഞാൻ പെട്ടെന്ന് 1-2 വാക്യങ്ങൾ വായിക്കുകയാണ് മനസ്സിലാക്കാനാണ്. 2-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എഴുതിയിരിക്കുന്ന പോലെ തന്നെ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. അപ്പോൾ ഇവിടെ പൗൽ പറയുന്നത്, നമുക്ക് എന്താണ്? ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഇത് നമ്മൾ സാക്ഷി പറയുമ്പോൾ എപ്പോഴും പറയുന്നതാണ്. പക്ഷേ തോന്നിയിട്ടുമില്ല എന്നുള്ളൊരു പാസ്റ്റ് ടെൻസ് അല്ല ഇവിടെ. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. അതായത് നമ്മൾ പറയുന്ന പോലെ ഒരു കാറ് കിട്ടുമ്പോഴത്തേക്ക് ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലെന്നൊന്നും പറയരുത്. കാര്യം അത് നിങ്ങൾ കണ്ടില്ലെങ്കിലും കാർ ഡിസൈൻ ചെയ്ത ആളും കണ്ടു, ഷോറൂമിലുള്ളവനും എല്ലാം കണ്ടതാണ്. ആർക്കും വെളിപ്പെടാത്ത കാര്യമൊന്നുമല്ലല്ലോ കാറെന്ന് പറയുന്നത്. ഇറ്റ് സേസ് അബൌട്ട് വാട്ട്? ഇത് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമാണെന്ന്. താഴോട്ട് വായിക്കുന്നവൾ മനസ്സിലാക്കുന്ന കാര്യം അതാണ്. അത് ലോകത്തിൽ ആർക്കും വെളിപ്പെടുത്തിയിട്ടില്ല, പക്ഷെ ദൈവം നമുക്കത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവവുമായിട്ടുള്ള എൻ്റെ യൂണിയൻ, മിസ്റ്റിക്കൽ യൂണിയൻ, അത് ഇപ്പോൾ നമുക്ക് ദൈവമോ തൻ്റെ ആത്മാവിനാൽ നമുക്കത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പൊ എൻ്റെ ആത്മാവ് ഇറ്റ് ഈസ് ക്വിക്കൻഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അങ്ങനെ പരിശുദ്ധാത്മാവാകുന്ന ദാനത്താൽ ജീവിപ്പിക്കപ്പെട്ട എൻ്റെ ആത്മാവിന് ഇപ്പോൾ ഒരു വലിയ ദാഹമുണ്ട്. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. എൻ്റെ ബോഡി ആരായുന്നതായ ചില കാര്യങ്ങളുണ്ട്. മൈ ബോഡി സീക്സ് സംതിങ്. വെൻ ഐ എം ഹംഗ്രി ഇറ്റ് സീക്സ് ഫുഡ്. എൻ്റെ ശരീരം ആരായുന്ന ചില കാര്യങ്ങളുണ്ട്. എൻ്റെ സോൾ, എൻ്റെ ഇൻ്റലിജൻസ് ആരായുന്നതായ ചില കാര്യമുണ്ട്. ദാറ്റ് ഈസ് നോളജ്. പക്ഷെ എൻ്റെ ആത്മാവ് ആരായുന്നത് ഫുഡല്ല, നോളജ് അല്ല. എൻ്റെ ആത്മാവ് ഇപ്പോൾ ആരായുന്നത് ദൈവത്തിൻ്റെ ആഴങ്ങളാണ്. എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവാകുന്ന ദാനം എന്നിൽ ദൈവത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നൽകിയപ്പോൾ മുതൽ എനിക്കിപ്പോൾ എൻ്റെ ആത്മാവിൽ വലിയൊരു മോഹമുണ്ട്. ഐ വാണ്ട് ടു നോ ദി ഇന്നർമോസ്റ്റ് ഡെപ്ത്സ് ഓഫ് ഗാഡ്. സോ ദ സ്പിരിറ്റ് സെർച്ചസ് എവറിഥിങ് ഈവൻ ദി ഇന്നർമോസ്റ്റ് ഡെപ്ത്സ് ഓഫ് ഗാഡ്. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ആരായുന്നത് മാത്രമല്ല, ആ ദൈവത്തിൻ്റെ ആഴങ്ങൾ ഇപ്പോൾ നമുക്കറിയാമെന്നാണ് പറയുന്നത്. മനുഷ്യനിലുള്ളത് മനുഷ്യാത്മാവല്ലാതെ ആരും അറിഞ്ഞിട്ടില്ല. ദൈവത്തിലുള്ളത് ദൈവാത്മാവുള്ള അല്ലാതെ ആരും അറിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം ദൈവത്തിലുള്ളത് നമ്മളാരും അറിഞ്ഞിട്ടില്ലെന്നല്ല, അറിയത്തില്ലെന്നല്ല. നമുക്കോ ദൈവം നൽകിയിരിക്കുന്നത്, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്
നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പൊ ദൈവത്തിന്റെ ആഴങ്ങളെ ആരാഞ്ഞറിയുവാൻ കേപ്പബിൾ ആയിട്ടുള്ള ദൈവത്തിന്റെ ആത്മാവിനെയാണ് ഞാനിപ്പോൾ പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ഇന്നർമോസ്റ്റ് ഡെപ്സിലുള്ള ആഴങ്ങളെ പോലും അറിയാനുള്ള വലിയ എബിലിറ്റി, സ്പിരിച്വൽ എബിലിറ്റി ദൈവം എനിക്ക് നൽകിയിരിക്കുകയാണ്. എങ്ങനെ? ബിക്കോസ് ഐ ഹാവ് റിസീവ്ഡ് ദ ഹോളി സ്പിരിറ്റ്. ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് കൊണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മാവ് ദൈവത്തിന്റെ മർമ്മങ്ങളെ ആരായുന്നു. ആ മർമ്മങ്ങളെ അറിയുന്നവൻ, അത് മർമ്മമാണ്. ദീസ് ആർ ദ മിസ്റ്ററീസ് ഓഫ് ഗാഡ് ദാറ്റ് ഈവൻ നൗ ഇറ്റ് കനോട്ട് കം ടു യുവർ മൈൻഡ്. ഇത് ആരായുന്നത് എൻ്റെ മൈൻഡ് അല്ല. എൻ്റെ മൈൻഡ് ആരാഞ്ഞാൽ ഇത്രയ്ക്ക് അറിയാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിന്നഭിഷേകം പകരണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിന്നഭിഷേകം പകരണമേ. തിരുഹിതമെന്നിൽ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നിൽ ചൊരിയണമേ. തിരുഹിതമെന്നിൽ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നിൽ ചൊരിയണമേ. മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി. മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. കൈപ്പും മുറിവും മാറിടുവാൻ നിൻ മഹത്വത്തിൻ തീ എന്നിൽ കത്തിടട്ടെ. എല്ലാ കൈപ്പും മുറിവും മാറിടുവാൻ നിൻ മഹത്വത്തിൻ തീ എന്നിൽ കത്തിടട്ടെ. മായലോക ഇമ്പങ്ങൾ ത്യജിച്ചിടുവാൻ എന്നെ അഭിഷേകം ചെയ്തിടണേ. മായലോക ഇമ്പങ്ങൾ ത്യജിച്ചിടുവാൻ എന്നെ അഭിഷേകം ചെയ്തിടണേ. മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി. മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ.
ശക്തിയാൽ അനുദിനമൊരുക്കണമേ. അന്ത്യത്തോളം വിശ്വസ്തനായി ജീവിച്ചിടാൻ ഇരുപാ